നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുമായ വി മുരളീധരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. മണ്ഡലത്തിൽ വി മുരളീധരനായി വോട്ട് അഭ്യർത്ഥിച്ച് സ്ഥാപിച്ച ബോർഡുകളിൽ വിഗ്രഹത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിയെന്നാണ് പരാതി. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ വർക്കലയിലാണ് സംഭവം. ലോക്സഭാ സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്ന ബോർഡിൽ പ്രധാനമന്ത്രിയുടെയും വി മുരളീധരന്റെയും ചിത്രത്തിനൊപ്പമാണ് വിഗ്രഹത്തിന്റെയും ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെതിരെയാണ് LDF മണ്ഡലം കമ്മിറ്റി പരാതി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വിഗ്രഹത്തിന്റെ ചിത്രം ഉപയോഗിച്ചത് ഗുരുതര ചട്ടലംഘനമായി LDF ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. ഇത് സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ BJP പറയുന്നത് ഇത് ഉണ്ടാക്കിയതാണ് എന്നാണ്, അതായത് ഫോട്ടോഷോപ്പ് ചെയ്ത ചിത്രമാണ് എന്നാണ് BJPയുടെ വാദം. ഏറെക്കുറെ അത് ശരിയായിരിക്കാനും സാധ്യതയുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും പ്രത്യേകിച്ച് BJPയുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് BJP NDA സഖ്യം വിനിയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് മണ്ഡലത്തിൽ നോക്കിയാൽ രാജീവ് ചന്ദ്രശേഖർ, ആറ്റിങ്ങൽ നോക്കിയാൽ വി മുരളീധരൻ, 2 കേന്ദ്രമന്ത്രിമാർ തിരുവനന്തപുരത്ത് തന്നെ. അതുപോലെ തന്നെ എല്ലാ മേഖലയിൽ നോക്കിയാലും എല്ലാ സ്ഥലത്തും കാസർഗോഡ് സ്ഥാനാർത്ഥി ML അശ്വിനി, വളരെ നല്ല ഒരു യുവ നേതാവ്, വളർന്നു വരുന്ന ഒരു യുവ നേതാവ് ML അശ്വിനി അടക്കം കേരളത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും, അതായത് 20 മണ്ഡലങ്ങളിലും കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ. പഴയ സ്ഥാനാർത്ഥികൾ ഇക്കുറി അധികമില്ല. അതുപോലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ പല മണ്ഡലങ്ങളിൽ നിന്നുള്ളവർ. നമുക്കറിയാം, ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ടീച്ചർ സരസു, ആ ടീച്ചറിനെ നമുക്കറിയാം, വളരെ പ്രഗത്ഭയായ ടീച്ചർ. KS രാധാകൃഷ്ണൻ വൈസ് ചാൻസലറായിരുന്ന ആൾ. അങ്ങനെ എല്ലാ മണ്ഡലത്തിലും വളരെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെയാണ് നിയോഗിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ. അപ്പോൾ ഈ മത്സരാർത്ഥികൾ കൂടി ഇപ്പോൾ രംഗത്ത് വന്നതോടുകൂടി കളം നിറഞ്ഞാടുകയാണ് BJPയുടെ സ്ഥാനാർത്ഥികൾ. പല സ്ഥലങ്ങളിലും LDFും UDFും ഒരുമിച്ച് ഒരു സൗഹൃദ മത്സരം പോലെ പോകുമ്പോൾ അവർ ശത്രുവായി കാണുന്ന BJPയെ തന്നെയാണ്. ഇന്ന് മറ്റൊരു ചിത്രം കാണാനിടയായി. K മുരളീധരനും സുനിൽകുമാറും ഒരുമിച്ച് നിന്ന് കഞ്ഞി കുടിക്കുന്ന, എനിക്ക് തോന്നുന്നു നോമ്പുതുറയുടെ ഭാഗമായാണെന്ന് തോന്നുന്നു, കഞ്ഞി കുടിക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു. അവിടെയും സുരേഷ് ഗോപിയാണ്, അവരുടെ പൊതു ശത്രുവായി സുരേഷ് ഗോപിയാണ് അവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. അവരെല്ലാം സുരേഷ് ഗോപിക്കെതിരെയാണ് ആരോപണം. LDFകാർ UDFകാർക്കെതിരെയോ UDFകാർ LDFകാർക്കെതിരെയോ ഒരു പരാതിയും ഈ മണ്ഡലങ്ങളിലൊന്നും തന്നെ ഉന്നയിക്കുന്നില്ല. പരാതികളെല്ലാം വരുന്നത് BJP അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥികൾക്ക് എതിരെയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പല സ്ഥലങ്ങളിലും ഇവർ പരാജയപ്പെടാനുള്ള, ഏതെങ്കിലും ഒരു മുന്നണി പരാജയപ്പെടാനോ മണ്ഡലത്തിൽ വിജയിക്കാനോ ഉള്ള സാധ്യതകൾ BJPക്ക് NDA സഖ്യത്തിന് മുന്നിൽ തുറന്നു കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ കാര്യം പറയുകയാണെങ്കിൽ, രാജീവ് ചന്ദ്രശേഖറിനെതിരെ ആദ്യം ഉന്നയിച്ച ആരോപണം മണ്ഡലത്തിൽ സുപരിചിതനല്ല എന്നാണ്. എന്നാൽ ആ ചിത്രമൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ എനിക്ക് തോന്നുന്നു ശശി തരൂരിനെക്കാട്ടിൽ പ്രചരണ രംഗത്ത് മികച്ചു നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എണ്ണയിട്ട യന്ത്രം പോലെ നമുക്ക് വളരെ കൃത്യമായി നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. തിരുവനന്തപുരത്ത് എവിടെ നോക്കിയാലും രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളും മാത്രമേ ഉള്ളൂ. ശശി തരൂർ ഒതുങ്ങിയിരിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും കിട്ടിയതുപോലെ തന്നെ ശശി തരൂരിന് വോട്ട് കിട്ടുമെന്നൊരു പക്ഷേ പ്രതീക്ഷയായിരിക്കാം അദ്ദേഹത്തെ അങ്ങനെ വലിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാതെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതിന് പിന്നിൽ എന്നാണ് തോന്നുന്നത്. പന്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പണത്തിൻ്റെയും അഭാവം ഉണ്ടാകും. തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നോക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു മികച്ച സ്ഥാനാർത്ഥിയായി പോയിരിക്കുന്നു. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി തന്നെ മത്സരത്തിനിറങ്ങുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആറ്റിങ്ങലും കേന്ദ്രമന്ത്രി ഏതാണ്ട് ബഹുദൂരം മുന്നിലോട്ട് പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ തരംഗമായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി. അതുകൊണ്ടൊക്കെ തന്നെയാണ് പല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സുരേഷ് ഗോപിയെ വിടാതെ പിടികൂടിയിരിക്കുകയാണ്. സുരേഷ് ഗോപി മിണ്ടിയ കുറ്റം, പറഞ്ഞാൽ കുറ്റം. സുരേഷ് ഗോപി ഏതെങ്കിലും ക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാട് കഴിച്ചാൽ കുറ്റം, ക്ഷേത്രത്തിൽ പോയാൽ കുറ്റം, മേൽമുണ്ട് ഉടുത്താൽ കുറ്റം, മേൽമുണ്ട് ഇട്ടാൽ കുറ്റം. ഇങ്ങനെ സുരേഷ് ഗോപി മുണ്ടുടുത്താൽ, ഇനി പാൻറ് ഇട്ടാൽ എല്ലാം സുരേഷ് ഗോപി അനങ്ങിപ്പോയാൽ കുറ്റമാണ്. എങ്ങാനും തിരിഞ്ഞു നോക്കിയാൽ കുറ്റം, മുമ്പോട്ട് നോക്കിയാൽ കുറ്റം. ആ അവസ്ഥയിലേക്ക് സുരേഷ് ഗോപിയെ പേടിച്ചു തുടങ്ങിയിരിക്കുന്നു എല്ലാ മുന്നണികളും. സാധാരണഗതിയിൽ ഇടതുമുന്നണി വലതുമുന്നണിക്കെതിരെയും വലതുമുന്നണി ഇടതുമുന്നണിക്കെതിരെയുമാണ് പല ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. കാരണം എന്നാൽ ഈ തവണ ഇവരെല്ലാവരും പേടിച്ചിരിക്കുന്നു. ഇടതു വലതു മുന്നണികൾക്കെതിരെ അവർക്ക് യാതൊരു പരാതിയുമില്ല. ഇന്ത്യ സഖ്യം പോലെ തന്നെ അവർ സൗഹൃദ മത്സരത്തിൽ തന്നെയാണ്.
ഇനി ഏതൊക്കെ മണ്ഡലത്തിലാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വോട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വി മുരളീധരനെതിരെയുള്ള ഈ പരാതി വ്യാജമാണ് എന്ന് നേരത്തെ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു. നിയമ നടപടിയുമായി NDAയും മുന്നോട്ട് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.